ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഭാഗവതത്തിലെ അടുത്ത ഒരു കഥ മനസ്സിലാക്കാം. വ്യാസന്റെ വിഷാദ ചിന്തകളും നാരദന്റെ പൂർവകഥയും. ദ്വാപരയുഗം ആരംഭിച്ചു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു ശുഭമുഹൂർത്തം തെളിഞ്ഞു. ശ്രേഷ്ഠനായ പരാശര മഹർഷിക്ക് സുന്ദരിയായ സത്യവതിയിൽ വൈഷ്ണവകലയുടെ പ്രഭാവത്താൽ വേദവ്യാസ ഭഗവാൻ അവതരിച്ചു. അന്നും പരിശുദ്ധിയുടെ കുളിർമയിൽ സരസ്വതീ നദി ഒഴുകുമ്പോൾ പ്രഭാതം പൊട്ടിവിടർന്നു. മഹർഷി ഉണർന്നു. പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച ശേഷം കുളിച്ച് ഏകാന്തതയിൽ മുഴുകിയ വ്യാസമുനി ഒരു മണൽത്തിട്ടയിൽ ധ്യാനനിരതനായി ഇരുന്നു. മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. യുഗധർമ്മങ്ങൾക്ക് വന്നുചേർന്ന ശക്തിക്ഷയത്തിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം ദുഃഖത്തിലാഴ്ന്നു. നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുവാൻ മനസ്സ് അശക്തമാകുന്നു. പെട്ടെന്ന് ഒരു ദിവസം ജ്ഞാനദീപം തെളിഞ്ഞു. ലോകനന്മയ്ക്കു വേണ്ടിയുള്ള യജ്ഞം നടക്കാൻ വേദത്തെ 4 വിഭജിക്കുന്നതാണ് അഭികാമ്യമെന്ന് തോന്നി. ഉടനെ ഋക്ക്, യജസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 പകുത്തു. എന്നിട്ടും തൃപ്തിയുണ്ടായില്ല. ഇതിഹാസ പുരാണങ്ങളെ ഉദ്ധരിച്ചു. അതിന് രോമഹർഷനെ ചുമതലപ്പെടുത്തി. ഋഗ്വേദം പൈലൻ എന്ന ശിഷ്യനെയും, സാമവേദം ജൈമിനിയെയും, യജുർവേദം വൈശമ്പായനെയും, അഥർവവേദം സമന്തുവിനെയും അഭ്യസിപ്പിച്ചു. എന്നാൽ ശാഖകളിലെ വേദജ്ഞർ അവരുടെ തലമുറകളായിട്ടുള്ള ശിഷ്യന്മാർക്ക് വേദത്തെ പങ്കിട്ടുകൊടുത്തപ്പോൾ ഓരോന്നും അനേകം ശാഖകളായി ദുർബലപ്പെട്ടു. തന്മൂലം വ്യാസന് വേദത്തെ പൂർണ്ണതയിലെത്തിക്കാൻ വളരെ പണിപ്പെടേണ്ടി വന്നു. വ്യാസഭഗവാൻ ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദവ്യാഖ്യാനങ്ങൾ വ്യക്തമായി നൽകിയപ്പോൾ വേദമന്ത്രങ്ങൾ കേൾക്കാൻ അധികാരമില്ലാതിരുന്ന സ്ത്രീകളും ശൂദ്രരും ദ്വിജന്മാരിൽ താഴെക്കിടയിലുള്ളവരും ബോധവാന്മാരായി തീർന്നു. എന്നിട്ടും മഹർഷിയുടെ മനസ്സ് തൃപ്തി അടഞ്ഞില്ല. ഇനി എന്തു വേണം? മുനി ചിന്തയിലാണ്ടു. മാനസികമായി തൃപ്തി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ തൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വേദാധികാരമില്ലാത്തവർക്ക് ധർമാധിപുരുഷാർത്ഥങ്ങൾ വ്യക്തമായി കാട്ടിക്കൊടുത്തിട്ടും ഫലമില്ലാതെ വന്നാൽ വിഷാദപ്പെടാനല്ലേ കഴിയൂ? ഒരു പക്ഷേ തൻ്റെ ഭാഗവത നിരൂപണം പൂർണ്ണത കൈവരിക്കാത്തതുകൊണ്ടായിരിക്കുമോ മനസ്സിന് മൗഢ്യം തോന്നുന്നത്? വിഷാദ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ തുടങ്ങിയപ്പോൾ സ്വസ്ഥത നശിച്ചു. സമാധാനമില്ലാതായി. അപ്പോഴാണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത്. വ്യാസഭഗവാൻ എഴുന്നേറ്റ് നാരദനെ വന്ദിച്ചു. ആദരിച്ചും പൂജിച്ചും പരസ്പരം കുശലങ്ങൾ കൈമാറി. രണ്ടുപേരും അവരവരുടെ കുറ്റങ്ങളും കുറവുകളും വിലയിരുത്തി സംസാരിച്ചു. ഭാഗവത ധർമ്മത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ച ഇരു മനസ്സുകൾക്കും ആനന്ദമരുളി. അറിയേണ്ടതെല്ലാം അറിയാനും അനുഷ്ഠിക്കേണ്ടതൊക്കെ മനസ്സിലാക്കാനും ആ കൂടിക്കാഴ്ച ഉപകരിച്ചു. ഈശ്വരപ്രീതി നേടാൻ അറിയാത്ത അറിവ് അല്പമാണെന്നും ധർമാർത്ഥ കാമമോക്ഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കും പോലെ നാരായണ മഹിമാവർണ്ണനയും തുല്യ പ്രാധാന്യത്തോടെ ചെയ്യണമെന്നും തീരുമാനിച്ചു. അതിനുശേഷം നാരദൻ തൻ്റെ പൂർവകഥ ചുരുക്കത്തിൽ വ്യാസനെ ധരിപ്പിച്ചു. സകലതിനെയും നിരാകരിക്കുന്ന കാലം. പൂർവജന്മത്തിൽ നാരദൻ ഒരു ദാസപുത്രനായിരുന്നു. ഒന്നും അറിഞ്ഞുകൂടാത്ത പാവം അമ്മയ്ക്ക് തന്നെ സ്നേഹിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പുത്രൻ്റെ നന്മയാണ് അമ്മയുടെ ലക്ഷ്യം. പക്ഷേ അസ്വതന്ത്രയായ അവൾക്ക് വേണ്ടതു ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അമ്മയുടെ വാത്സല്യം നുകർന്നുകൊണ്ട് 5 വയസ്സുള്ള ആ ബാലൻ മുനികൾ താമസിക്കുന്ന ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. നാളുകൾ തള്ളി നീക്കി. ഒരു ദിവസം ആശ്രമത്തിൽ താമസിക്കുന്നതിന് ഏതാനും യോഗികൾ എത്തിച്ചേർന്നു. അവരെ ശുശ്രൂഷിക്കാൻ ബാലനും പശുവിനെ കറക്കാനും മറ്റും അമ്മയും നിയോഗിക്കപ്പെട്ടു. പശുവിനെ തേടി അമ്മ പുറത്തു കടന്നപ്പോൾ ഇരുട്ടു പരന്നു കഴിഞ്ഞിരുന്നു. വഴിയിൽ കിടന്ന പാമ്പിനെ അറിയാതെ ചവിട്ടുകയാൽ അതിൻ്റെ കടിയേറ്റ് അമ്മ മരിച്ചു. ബാലൻ അമ്മയുടെ ഏക മകനായിരുന്നു. മാതൃവാത്സല്യം അതോടെ നഷ്ടപ്പെടാൻ ഇടയായെങ്കിലും ഭഗവത് ഭക്തന്മാരായ യോഗികളെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഭാഗ്യം അവന് ലഭിച്ചു. അതിൽ സന്തുഷ്ടനായി ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു. ഭക്തന്മാരെ സേവിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന തിരിച്ചറിവ് ബാലനെ സന്തോഷത്തിലാഴ്ത്തി.
അവൻ ഭഗവാന്റെ അനുഗ്രഹവർഷമേറ്റ് വടക്കോട്ട് യാത്ര പുറപ്പെട്ടു. നാടും നഗരവും കടന്ന് ബാലൻ വനത്തിലെത്തി. ദുഷ്ടമൃഗങ്ങളെ കാണുമ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് അവൻ ബഹുദൂരം യാത്ര ചെയ്തു. വിശന്നു തളർന്നപ്പോൾ കാട്ടിൽ നിന്ന് ഫലങ്ങളും പഴങ്ങളും പറിച്ചു ഭക്ഷിച്ചു. ദാഹം ശമിപ്പിക്കാൻ പൊയ്കയിലിറങ്ങി വെള്ളം കുടിച്ചു. ക്ഷീണമകന്നു. കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് വനത്തിലെ വലിയ ഒരരയാലിൻ ചുവട്ടിലിരുന്നു. സർവത്ര ഏകാന്തത. ഭഗവാന്റെ കോമള വിഗ്രഹം ഹൃദയകമലത്തിൽ തെളിഞ്ഞു. ഈശ്വരപ്രേമത്താൽ പുളകിതനായ ആ ബാലൻ ആനന്ദത്തിൽ അമർന്നു. ഒരു നിമിഷം മാത്രം. മനസ്സിലെ കണ്ണാടിയിൽ നിന്ന് ഭഗവാന്റെ കോമള വിഗ്രഹം അപ്രത്യക്ഷമായി. കണ്ട് കൊതി തീർന്നില്ല. അപ്പോഴേക്കും എന്തേ ഭഗവാൻ ഓടിമറഞ്ഞത്? ബാലന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വീണ്ടും ഭഗവത് സ്വരൂപം ധ്യാനിച്ചു. മനസ്സിൽ രൂപം തെളിഞ്ഞില്ല. ദർശനം നൽകാത്ത ഭഗവാനോട് പരിഭവം പറഞ്ഞ് അവൻ കരഞ്ഞു. പെട്ടെന്ന് ഒരു അശരീരി ഉയർന്നു. ഹേ ബാല, ഈ ജന്മത്തിൽ നീ എന്നെ കാണാൻ ശക്തനാകുകയില്ല. ശ്രേയസ്കരമല്ലാത്ത കാമങ്ങൾ ആഗ്രഹിക്കുന്ന യോഗികൾക്ക് എന്നെ എളുപ്പം കാണാൻ സാധിക്കുകയില്ല. ഒരു പ്രാവശ്യം കാട്ടിത്തന്നത് എന്നോട് താല്പര്യം വർദ്ധിക്കുവാനാണ്. ഈശ്വരപ്രേമം മനസ്സിലുള്ള എല്ലാ വാസനകളെയും അകറ്റും. അപ്പോൾ ഭക്തി വർദ്ധിക്കും. ശരീരം നശിക്കുന്നതോടെ നീ എൻ്റെ ആളാകും. എന്നിൽ ആസക്തനാകയാൽ പിന്നെ പ്രളയകാലത്തു പോലും നിനക്ക് നാശമില്ല. ഭഗവാന്റെ ശബ്ദം നിലച്ചപ്പോൾ ബാലൻ ആ ശക്തി ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ചു. ഉറക്കെ തിരുനാമങ്ങൾ ഉച്ചരിച്ചു. ഒന്നിലും ആസക്തിയില്ലാത്തവനായി മരണകാലം കാത്ത് ഭൂമിയിൽ ചുറ്റി നടന്നു. അന്ത്യകാലം അടുത്തു. പ്രളയകാലത്ത് ജലത്തിൽ നിദ്രകൊള്ളുന്ന ഭഗവാനിൽ ശയിക്കുവാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് പ്രാണങ്ങളിലൂടെ പ്രവേശിച്ചു. പിന്നീട് 1000 യുഗം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് മരീചി തുടങ്ങിയവരോടൊപ്പം വീണ്ടും ജനിച്ചു. അന്നു മുതൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3 ലോകത്തും വ്രതനിഷ്ഠയോടെ സഞ്ചാരം ആരംഭിച്ചു. ഭഗവാൻ നൽകിയ വീണയിൽ എല്ലായ്പ്പോഴും തിരുനാമങ്ങൾ മീട്ടിക്കൊണ്ടാണ് സഞ്ചാരം. പരമശിവന്റെ വീര്യങ്ങളാണ് തിരുനാമത്തോടൊപ്പം പാടുന്നതെങ്കിൽ മഹാദേവന്റെ ദർശനവും ഉണ്ടാകുന്നു. നാരദ മഹർഷി തൻ്റെ പൂർവജന്മകഥയും വ്യാസന്റെ മാനസിക ശാന്തിക്കുള്ള പരിഹാരങ്ങളും വിസ്തരിച്ചു പറഞ്ഞപ്പോൾ വ്യാസന്റെ ചിത്തം പ്രസന്നമായി തീർന്നു. നാരായണ നാരായണ. നാരദ മഹർഷി തിരുനാമം ഉറക്കെ ജപിച്ചുകൊണ്ട് വീണമീട്ടി അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങി നടന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാളെ നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.